ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജോയെ കണ്ടു, ചാർലിയെ കണ്ടു, എൻ്റെ കോഴിപ്പെണ്ണുങ്ങളെ കണ്ടു. ഇനിയുണ്ട് എനിക്കിവിടെ കൂട്ടുകാർ. അവരെ കൂടെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ മീൻ കുഞ്ഞുങ്ങളെ കാണാൻ പോയാലോ? ഇതേ ഇവിടെയാണ് അവർ. ഇതാണ് എൻ്റെ കൊച്ചു ഫിഷ് ടാങ്ക്. ഇതിനകത്ത് നിറച്ച് ഗപ്പികളാണുള്ളത്. അധികം വെയിലില്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഈ ടാങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനടുത്ത് നിൽക്കുന്നത് മണിമുല്ലയാണ്. അപ്പോൾ അതിൻ്റെ തണൽ കിട്ടും. പിന്നെ ഇവിടെ എല്ലാം ചെടികളാണ്. കനകാംബരമായിട്ടും പല പൂച്ചെടികളായിട്ടും എല്ലാം നട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ നിൽക്കുന്നത്. മീനുകൾക്ക് അധികം വെയിലോ ചൂടോ ഏൽക്കത്തില്ല. കറക്റ്റ് നട്ടുച്ചയാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നത്. മണിമുല്ലയൊക്കെ പൂത്ത് നിൽക്കുക, അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല മണമാണ്. ഇതാണ് എൻ്റെ ടാങ്ക്. ഒരു സിമൻറ്റ് ടാങ്കാണ്, മീഡിയം സൈസ്. ഇതിനകത്ത് വെള്ളം നിറച്ച് ഒരാഴ്ച വെച്ചു. എന്നിട്ട് അതിനകത്ത് കല്ലുപ്പിട്ട് കൊടുത്തു. കിണറ്റ് വെള്ളമാണ്, എന്നാൽ പോലും എന്തെങ്കിലും കീടാണുക്കളുണ്ടെങ്കിൽ ചാകട്ടെന്നോർത്താണ് ഉപ്പ് ഇട്ട് കൊടുത്തത്. പെട്ടെന്ന് ചത്തുപോകാത്ത എന്നാൽ കാണാൻ ഭംഗിയുള്ള മീനും വേണം. അങ്ങനെ എൻ്റെ അന്വേഷണം ഗപ്പി എന്ന മീൻ തന്നെ എത്തി. 6 ഗപ്പികളെയാണ് ആകെ നമ്മൾ വാങ്ങിച്ചത്. പക്ഷേ ഒരാഴ്ചക്കകം അവർ പെറ്റ് പെരുകി ഇഷ്ടം പോലെ ടാങ്ക് നിറച്ച് മീനായി. എന്നും രാവിലെ ഒരു സമയം മാത്രമേ ഞാൻ ഇവർക്ക് ഫിഷ് ഫുഡ് കൊടുക്കാറുള്ളൂ. ഒറ്റ സമയത്ത് മാത്രം നമ്മൾ അവർക്ക് തീറ്റ കൊടുത്താൽ മതി. ആ ഫിഷ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരെല്ലാവരും ഓടി വരും തീറ്റ എടുക്കാനായിട്ട്. ഇതേ ഈ കാഴ്ച അതാണ്. ഈ ടാങ്കിൻ്റെ സൈഡിലെല്ലാം പായൽ വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ പകൽ സമയത്തൊക്കെ ഈ പായൽ പോയി കൊത്തി തിന്നുന്നത് കാണാം. അത് നാച്ചുറൽ ഫുഡാണല്ലോ. ഞാൻ ഇതിനകത്തെ വെള്ളം മാറ്റാറേ ഇല്ല. ഒത്തിരി വെയിലായി കഴിയുമ്പോൾ ഇത് കുറച്ച് താഴെ ഇട്ട് പോകും, വറ്റിപ്പോകും. അപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറ് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ടാങ്ക്. സിമൻ്റാണ്, അകത്തോട്ട് ഡെപ്ത് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ മണ്ണിലൊന്നും കുഴിച്ചിട്ടിട്ടില്ല. നേരെ നമ്മുടെ നിലത്ത് തന്നെയാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. കറക്റ്റ് അതിൻ്റെ ഓപ്പണിങ്ങിനനുസരിച്ച് ഒരു ഫ്രെയിം കൊടുത്തിരിക്കുകയാണ്, മെഷിട്ട്. അല്ലെങ്കിൽ കിളികളും കൊക്കുകളും എല്ലാം കാക്ക സഹിതം വന്നിരുന്ന് ഈ മീനിനെ പെറുക്കി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഇതൊരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് വെളിയിൽ കിടക്കുന്നു. എന്നാൽ എയർ സർക്കുലേഷൻ ഉണ്ട് താനും. അപ്പോൾ ഇത് നമ്മൾ എടുത്തു മാറ്റുകയും ചെയ്യാം. ഈ പൂക്കളും ചെടികളുടെ ഇലകളും എല്ലാം വീണ് കഴിയുമ്പോൾ ഞാൻ എടുത്തു മാറ്റിയാണ് അതെല്ലാം കളയുന്നത്. എനിക്കിവിടെ പണ്ട് 2 ഫിഷ് ടാങ്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നിന് ഒരു ക്രാക്ക് വീണു. ആ ക്രാക്കിലൂടെ മുഴുവനും വെള്ളം ലീക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് എത്രയാണേലും അവിടെ വെള്ളം ഹോൾഡ് ചെയ്യാതെ വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇതേ മണ്ണ് അതിനകത്ത് നിറച്ചിട്ടു. എന്നിട്ട് ഇത് പല കളറിലുള്ള കാനവാഴ വെച്ചിരിക്കുകയാണ്. അത് യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഒരു മിക്സ്ഡ് കളറും കൂടെ ഉണ്ട്. എല്ലാം പൂത്ത് വരുന്ന സമയമാകുന്നതേ ഉള്ളൂ. ഈ പൊട്ടിയ ചട്ടിയാണേലും അതിൻ്റെ അടിയിൽ 2 ഹോള് കൂടെ ഇട്ടു, വെള്ളമൊന്നും സ്റ്റാഗ്നൻ്റായിട്ട് കിടക്കാതിരിക്കാനായിട്ട്. ഇത്രയുമാണ് എൻ്റെ കുഞ്ഞന്മാരുടെ വിശേഷങ്ങൾ. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.